ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 3 മാസം മാത്രം ശേഷിക്കെ രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് നിർമ്മല സീതാരാമൻ. വമ്പൻ പദ്ധതികളോ പ്രഖ്യാപനങ്ങളോ ഇല്ലാത്ത 10 വർഷത്തെ മോദി സർക്കാരിന്റെ ഭരണ നേട്ടം അവതരിപ്പിക്കുന്ന പല ബജറ്റാണ് ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. 58 മിനിറ്റ് ആയിരുന്നു ബജറ്റ് പ്രസംഗത്തിന്റെ ദൈർഘ്യം. നിർമ്മലയുടെ ബജറ്റ് അവതരണത്തിൽ ഏറ്റവും കുറഞ്ഞ കണക്കാണിത്. കഴിഞ്ഞ 6 വർഷത്തിനിടയിലെ ഏറ്റവും ചെറിയ ബജറ്റ് പ്രസംഗമാണിത്. 2019 തന്റെ കന്നി ബജറ്റ് പ്രസംഗത്തിനായി 2 മണിക്കൂറും 20 മിനിറ്റുമാണ് നിർമ്മല സീതാരാമൻ ഉപയോഗിച്ചത്. 2020 2 മണിക്കൂർ 42 മിനിറ്റും ബജറ്റ് അവതരിപ്പിച്ചു. ദീർഘനേരം ബജറ്റ് അവതരിപ്പിച്ചത് 2020 2019 ഇത് 2 മണിക്കൂറും 20 മിനിറ്റുമായിരുന്നു. മുഴുവൻ സമയ ധനമന്ത്രിയായിരുന്ന ഒരു വനിത അവതരിപ്പിക്കുന്ന ആദ്യ കേന്ദ്ര ബജറ്റ് എന്ന പ്രത്യേകതയും ഈ ബജറ്റിനുണ്ടായിരുന്നു. 2021 1 മണിക്കൂർ 40 മിനിറ്റും 2022 1 മണിക്കൂർ 31 മിനിറ്റുമാണ് നിർമ്മലയുടെ ബജറ്റ് അവതരണം നീണ്ടത്. കഴിഞ്ഞ വർഷം ഇത് 1 മണിക്കൂർ 27 മിനിറ്റ് ആയിരുന്നു. ഉപയോഗിച്ച വാക്കുകളുടെ എണ്ണം പരിഗണിച്ചാൽ ഏറ്റവും വലിയ ബജറ്റ് പ്രസംഗം 1991 മൻമോഹൻ സിംഗിന്റേതായിരുന്നു. 18,650 വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അരുൺ ജെയ്റ്റ്ലി 2018 അവതരിപ്പിച്ച ബജറ്റാണ് പട്ടികയിൽ രണ്ടാമത്. 1977 ഹിരുഭായ് മുൽജിഭായ് പട്ടേൽ നടത്തിയ അവതരണമാണ് വാക്കുകളുടെ എണ്ണത്തിൽ ഏറ്റവും ചെറുത്. വെറും 800 വാക്കുകൾ മാത്രമാണ് ബജറ്റ് അവതരണത്തിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി എന്ന റെക്കോർഡ് നിലവിൽ മൊറാർജി ദേശായിയുടെ പേരിലാണ്. 1962 മുതൽ 1969 വരെ ധനമന്ത്രിയായിരുന്ന അദ്ദേഹം 10 ബജറ്റുകളാണ് അവതരിപ്പിച്ചത്. പി ചിദംബരം 9, പ്രണബ് മുഖർജി, യശ്വന്ത് സിൻഹ എന്നിവർ 8, മൻമോഹൻ സിംഗ് 6 എന്നിങ്ങനെയാണ് തൊട്ട് പിന്നിലുള്ളവരുടെ കണക്ക്. ഇന്ന് അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് മോദി സർക്കാരിന്റെ സാമ്പത്തിക പ്രകടന പത്രികയാണ്. നടപ്പു വർഷത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 5.8% കുറഞ്ഞതിനെ തുടർന്ന് 2024-25 സാമ്പത്തിക വർഷത്തിൽ ധനക്കമ്മി 5.1% കുറയ്ക്കുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യമാണ് നിർമ്മല സീതാരാമൻ ഈ ബജറ്റിലൂടെ ചൂണ്ടിക്കാട്ടിയത്. ഏപ്രിൽ 1 ആരംഭിക്കുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ധന ഏകീകരണത്തിനുള്ള കേന്ദ്രത്തിന്റെ പ്രതിജ്ഞാബദ്ധത നിർമ്മല സീതാരാമൻ ഊന്നി പറഞ്ഞു. GDP-യുടെ 5.1% എന്ന താഴ്ന്ന ധനക്കമ്മി ലക്ഷ്യം കൈവരിക്കുന്നതിനും മൂലധന ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും പുതിയ ക്ഷേമ നയങ്ങൾ നടപ്പാക്കുന്നതിലും ഇത് സഹായകമാകുമെന്നും ചൂണ്ടിക്കാട്ടി. അതേസമയം കേന്ദ്ര ബജറ്റിനെ വിമർശിച്ച് MP ശശി തരൂർ രംഗത്തെത്തി. ബജറ്റിൽ നിർമ്മല സീതാരാമന്റേത് അവ്യക്തമായ ഭാഷയാണെന്നും കൃത്യമായ കണക്കുകളില്ലെന്നും ശശി തരൂർ വിമർശിച്ചു. ബജറ്റ് പ്രസംഗം ചരിത്രത്തിലെ ഏറ്റവും ഹ്രസ്വമായ അവതരണമായിരുന്നു. കാര്യമായ വിവരങ്ങൾ ഇല്ലാത്തതാണ് രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റെന്നും തരൂർ കുറ്റപ്പെടുത്തി. ചരിത്രത്തിലെ ഏറ്റവും ഹ്രസ്വമായ പ്രസംഗമായിരുന്നു ഇത്. കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും ഇതിലുണ്ടായിരുന്നില്ല. കൃത്യമായ കണക്കുകൾ ഉൾപ്പെടുത്താതെ പ്രതീക്ഷ, ആത്മവിശ്വാസം എന്നിങ്ങനെ ചില വാക്കുകൾ മാത്രമാണ് ബജറ്റിൽ പറയുന്നത്. വ്യക്തമായ കണക്കുകൾ ഇല്ലാത്തത് ബജറ്റിനെ നിരാശപ്പെടുത്തുന്നു. സമ്പദ് വ്യവസ്ഥയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും ബജറ്റിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് തരൂർ കുറ്റപ്പെടുത്തി. ബജറ്റിലെ 18 കോടിയുടെ ധനക്കമ്മി സർക്കാർ കടമെടുപ്പിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും MP മനീഷ് തിവാരി അഭിപ്രായപ്പെട്ടു. വരും വർഷങ്ങളിൽ സർക്കാരിന്റെ ധനക്കമ്മി വർദ്ധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.